നമസ്കാരം. സോറി, നമസ്കാരം. എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയുന്നു ഒന്ന് സംസാരിച്ചിട്ട് വീഡിയോ എടുത്തിടാൻ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊന്ന് സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. സംസാരിക്കാത്തത് വേറെ ഒന്നല്ല കേട്ടോ, ഇടയ്ക്കൊരു ചെറിയ വെള്ളിയൊക്കെ വീഴുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ഇന്ന് നമുക്ക് ഷെഫ് പിള്ള സാറിൻ്റെ ഒരു ഡിഷ് ഒന്ന് നമുക്ക് അടിച്ചു മാറ്റി ചെയ്ത് നോക്കാം. എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും കണ്ടു നോക്കാം. അപ്പം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് എടുത്തേക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങ നീരിന് ഇപ്പം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് കഴുകി വരഞ്ഞ് വെച്ച മീൻ ഇതിലേക്ക് ഓരോന്നായി ഇട്ടിട്ട് ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 15 മിനിറ്റ്സിന് ശേഷം ഒരു പാന് വെച്ച് അതിൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ആ ഫിഷ് എടുത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് വെക്കുക. ഞാൻ നല്ല ഫ്രഷ് ആവോലി മീനാണ് എടുത്തത്. പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാണ്ടിടണേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പില ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു മണവും ഒരു പ്രത്യേക തരം രുചിയാണ് ആ മീനിന്. ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഹാഫ് കുക്ക് ചെയ്താൽ മതിയേ. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നത് ചുറ്റിച്ചെടുക്കുക. ഒരു വാട്ടി വെച്ച ഇല എടുത്തിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് അമർത്തി വെക്കുക. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കുക. നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കണേ ഫിഷ്. ഇനിയാണ് ഇതിൻ്റെ അഡാർ ഐറ്റം, തേങ്ങാപ്പാൽ. നന്നായിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, മാങ്ങ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇഷ്ടാനുസരണം ഇടാൻ. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഈ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കറിവേപ്പില ഇട്ട് എന്നിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഇപ്പം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയേ. ആഹാ, നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീട് മുഴുവൻ നല്ല അടിപൊളി മണമാണ്. നന്നായി തിളച്ചതിന് ശേഷം ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയില്ലേ? ഷെഫ് പിള്ളയുടെ നിർവ്വാണ കറി ഒരു രക്ഷയില്ല കേട്ടോ. ഈ കറീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് ബെസ്റ്റ് കോംബോ അപ്പാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവാണ്. അപ്പത്തിൻ്റെ റെസിപ്പി വേണ്ടിയിട്ടൊന്ന് കമൻറ്റ് ഇട്ടാൽ മതിയേ. അപ്പൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അങ്ങനെ അപ്പം റെഡിയായി. അപ്പോൾ അപ്പവും നിർവ്വാണക്കാരിയും റെഡി. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ഹാപ്പി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണേ നിങ്ങൾക്കും ഇഷ്ടം. ബൈ.